നമുക്കറിയാം, കേരളം ഇപ്പോൾ വേനൽ ചൂടിലേക്ക് മാറിക്കഴിഞ്ഞു. പകൽ സമയത്ത് പോലും പുറത്തിറങ്ങാനാകാത്തൊരു അവസ്ഥയാണ്. രാത്രിയായ വീട്ടിൽ കിടന്നുറങ്ങാൻ നിവൃത്തിയില്ല. അത്രമാത്രം ചൂടിലേക്ക് കേരളം ആയി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇപ്പോ വരുന്നത് ഒരു ആശ്വാസ വാർത്തയാണ്. അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് കനത്ത മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നാളെയും തിങ്കളാഴ്ചയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത പറഞ്ഞു വെക്കുന്നത്. ഇന്ന് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. അതേസമയം സംസ്ഥാനത്ത് പൊതുവെ ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത്രമാത്രം ചൂടിലാണ് ഇന്ന് മലയാളികൾ. വേനൽ ചൂടെന്നൊക്കെ പറഞ്ഞാൽ അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. സാധാരണ കേരളത്തിൽ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ നല്ല ചൂടാണ് അനുഭവപ്പെടുക. പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ചൂട് വളരെയധികം കൂടുതലാണ്. നമ്മൾ മലയാളികൾക്ക് വളരെ അനുഗ്രഹീതമായ ഒരു കാലാവസ്ഥയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അതിലെല്ലാം മാറ്റം വന്നിരിക്കുന്നു. മഴയാണെങ്കിൽ പെരുമഴ, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, ഇതൊക്കെ. ഇനി വേനലാണെങ്കിലോ പറയുകയും വേണ്ട, കടുത്ത ചൂടാണ്. പകലൊക്കെ പുറത്തിറങ്ങുന്നവർക്ക് അൾട്രാവയലറ്റ് രശ്മികൾ മൂലം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പലർക്കും സൂര്യതാപം ഏറ്റ് അപകടമുണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ മഴ എത്തുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. അതോടൊപ്പം തന്നെ മഴയുടെ കൂടെ ഇടിമിന്നലിന്റെ ജാഗ്രത ഉണ്ടായിരിക്കണം. ഇടിമിന്നലിൽ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷകരും പറഞ്ഞു വെക്കുകയാണ്. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും ഒക്കെ വലിയ നാശനഷ്ടം സൃഷ്ടിക്കും. അതുകൊണ്ട് ഇനി പറയുന്ന കുറച്ച് മുൻകരുതലുകൾ ഈ വരുന്ന ദിവസങ്ങളിൽ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ ഈ ജാഗ്രതാ നിർദ്ദേശമൊക്കെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കരുത്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടങ്ങളിൽ ജനലും വാതിലും ഒക്കെ അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതിരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും വേണം. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നതും ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. അത് ഇടിമിന്നലേക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും ചെയ്യരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം. മഴക്കാർ കാണുമ്പോൾ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോവാതിരിക്കുക. കാരണം നമുക്കെല്ലാവർക്കും അത്തരത്തിലുള്ള ചില ടെൻഡൻസികളുണ്ട്. ഈ മഴ പെയ്യുന്നത് കണ്ടാൽ ഓടിപ്പോയി ഉണങ്ങിയിട്ടിരിക്കുന്ന തുണിയെല്ലാം എടുക്കാനായിട്ട് ടെറസിലേക്കോ അല്ലെങ്കിൽ മുറ്റത്തേക്കോ ഇറങ്ങുന്ന ഒരു ശീലം മലയാളികൾക്ക് പൊതുവെ ഉള്ളതാണ്. തുണി നനഞ്ഞു പോകുമല്ലോ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഇടിമിന്നലുള്ള സമയത്ത് ഇത്തരത്തിൽ ചെയ്യുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത കൂട്ടുന്നതാണ്. കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവെക്കണം. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കാൻ മറക്കരുത്. പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി ഒരുപക്ഷെ സഞ്ചരിച്ചേക്കാം. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങുവാൻ പാടുള്ളതല്ല. കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം, ബോട്ടിംഗ് തുടങ്ങിയ പ്രവർത്തികൾ പൂർണ്ണമായും നിർത്തിവെച്ച് ഉടനെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിന്റെ ഡെക്കിൽ നിൽക്കരുത്. അതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. ചൂണ്ടയിടുന്നതും വലയെറിയുന്നതും ഇടിമിന്നലുള്ള സമയത്ത് നിർത്തിവെക്കണം. മഴക്കാലത്തെ മുൻകരുതലുകൾ എന്നത് ഒരു ശീലമായി മാറ്റിയാൽ മിന്നൽ മൂലമുള്ള അപകടങ്ങൾ വലിയൊരു പരിധിവരെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. മിന്നലിന്റെ ദൃശ്യപരതയോ ശബ്ദമോ കാത്തു നിൽക്കാതെ ആകാശം ഇരുണ്ടു തുടങ്ങുമ്പോൾ തന്നെ ജാഗ്രത പാലിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും നിങ്ങളുടെയൊക്കെ ജീവൻ സംരക്ഷിക്കാൻ സാധിക്കും. വൈദ്യുത ശൃംഖലകൾക്കും ഉപകരണങ്ങൾക്കും സംഭവിക്കുന്ന നാശനഷ്ടങ്ങൾ പരിഹരിക്കാവുന്നതാണെങ്കിലും നഷ്ടപ്പെടുന്ന ജീവനുകൾ തിരികെ ലഭിക്കില്ല എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും വേണം. എല്ലാവരും സുരക്ഷിതരായിരിക്കുക, ജാഗ്രത തുടരുക.
കേരളത്തിൽ സമീപകാലത്തുണ്ടായ അതിതീവ്ര മഴയും പ്രളയവും ഒക്കെ വലിയ പാഠങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിൽ തുലാവർഷം നീണ്ടു നിന്നതും വേനൽക്കാലത്ത് ലഭിച്ച അമിത മഴയും പലയിടങ്ങളിലും ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും ഒക്കെ കാരണമായിരുന്നു. ശാസ്ത്രീയമല്ലാത്ത ഓട് നിർമ്മാണം, റോഡ് നിർമ്മാണം, ജലാശയങ്ങളിലെ കയ്യേറ്റം, ഇതെല്ലാം ചെറിയ മഴയിൽ പോലും കൊച്ചി, തിരുവനന്തപുരം പോലുള്ള വലിയ നഗരങ്ങളൊക്കെ വെള്ളത്തിനടിയിലാകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് പകർച്ചവ്യാധി ഭീഷണി ഉയർത്തും. പ്രകൃതിയുടെ മാറുന്ന ഭാവങ്ങളെ ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് മുൻകരുതലുകൾ സ്വീകരിക്കുകയുമാണ് ഈ ഘട്ടത്തിൽ നാം ചെയ്യേണ്ടത്. എന്തായാലും അടുത്ത കുറച്ച് ദിവസങ്ങളിൽ മഴ എത്തുമ്പോൾ അതിനെതിരെയുള്ള മുൻകരുതലുകൾ എടുക്കാൻ മറക്കരുത്. ഇടിമിന്നലിന്റെ സാധ്യത പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ജാഗ്രത പാലിക്കുക, സുരക്ഷിതരായി തുടരുക.